ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടി ഇന്ന് പുറത്തോട്ട് ഔട്ടിംഗ് ആണ്. ഫുഡൊക്കെ കഴിക്കണം, ചെറുതായിട്ടൊന്ന് കറങ്ങണം. അങ്ങനെ നേരെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഇറാനി കുഴിമന്തൽ റെസ്റ്റോറൻറ്റ് അവിടെയാണ് പോയത്. വേറെ ഒന്നുമില്ല, കുഴിമന്തി കഴിക്കാനാണ്. അപ്പോൾ അവിടെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആംബിയൻസ് ആണ്. പിന്നെ പുറത്തോട്ടൊക്കെ വായി നോക്കാം പ്രധാനമായിട്ട്, അതാണ് കാരണം. പുറത്തോട്ടൊക്കെ വായി നോക്കി വഴി പോണ എല്ലാവരും നോക്കിയിരിക്കാം. അപ്പോൾ കുറച്ച് നേരം കുഴിമന്തിക്ക് വേണ്ടി കാത്തിരുന്നു. കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം കാത്തിരുന്നു. അപ്പോൾ എനിക്ക് കുഴിമന്തി, അവൻ്റെ ബിരിയാണി. ബിക്കോസ് അവൻ കുഴിമന്തി കഴിക്കില്ല, ഞാൻ കുഴിമന്തിയെ കഴിക്കൂ. പണ്ട് ബിരിയാണി ആയിരുന്നു, ഇപ്പോൾ കുഴിമന്തി കഴിച്ചതിന് ശേഷം കുഴിമന്തിയുടെ അഡിക്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താണ് അതിലുള്ളതെന്ന് അറിഞ്ഞൂടാ, പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് ജീവനാണ് കേസ്. അതിൻ്റെ ആ ചിക്കനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. റൈസ് ആയാലും എന്തായാലും കുഴിമന്തി ഫാനാണ് ഞാൻ. അത്രയ്ക്ക് എനിക്ക് കുഴിമന്തി ഇഷ്ടമാണ് കേട്ടോ, ഒരുപാട്. അപ്പോൾ കുഴിമന്തി കണ്ട് ഇപ്പോൾ എനിക്ക് ലൈമും മസ്റ്റാണ്. എന്തോ കുഴിമന്തി കഴിച്ച് ലൈം വേണം, അങ്ങനത്തെ ഒരു തത്വമുണ്ട് എൻ്റെ ഡിക്ഷണറിയിൽ. അപ്പോൾ അവിടെ നിന്ന് കുഴിമന്തിയും കഴിച്ച് നക്കി വഴിച്ച് ഒരു പ്ലേറ്റ് പോലും വിടാതെ എല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഒരു ബീച്ചിലോട്ടാണ്. ഏത് ബീച്ചെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാം ഈ പ്രതിമയെ കണ്ട. അപ്പോൾ അറിയാത്ത ആരുമില്ല, ട്രിവാൻഡ്രത്തോളം എല്ലാവർക്കും അറിയാം ഇത് ഈ ബീച്ച് ഏതാണെന്ന്. പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കില്ല, നേരെ ലുലു മോളിലോട്ടാണ്. ലുലു മാളി വേറെ ഒന്നുമില്ല, എനിക്ക് സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ കുറേ ദിവസമായി സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പോൾ ലുലു മാളിൽ സ്റ്റുഡിയോ അല്ല കേട്ടോ, അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ നേരെ കരിക്കും വെള്ളം കുടിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു കാഴ്ചയുണ്ട്. ഒരു ആക്സിഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാർ നന്നായിട്ട് മറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഈ കാറൊക്കെ എല്ലാവരും കൂടെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പണിപ്പെട്ടു. പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല, പക്ഷെ നല്ലപോലെ എല്ലാം